ഇസ്രയേൽ ഇറാനിൽ നടത്തുന്ന യുദ്ധം എങ്ങനെ അവസാനിക്കും? ഇറാന്റെ അണുബോംബ് നിർമ്മാണ സംവിധാനം താറുമാറാക്കുന്നതോടെ നിർത്തുമോ? അതോ ഇറാന്റെ മിസൈൽ നിർമ്മാണ ഫാക്ടറികൾ കൂടി തകർക്കുന്നതോടെ പിന്മാറുമോ? അതുമല്ലെങ്കിൽ ഇറാന്റെ നേതൃനിരയെ മുഴുവൻ തുടച്ചു നീക്കുകയാണോ ലക്ഷ്യം? ഇസ്രയേൽ പരസ്യമായി പറയുന്നതാണ് ഈ മൂന്ന് ലക്ഷ്യങ്ങളും. അതിനുമപ്പുറം നിഗൂഢമായ പല കാരണങ്ങളും ഈ യുദ്ധത്തിന് പിന്നിലുണ്ട്. ഇറാന്റെ ആണവ നിർവ്യാപന കരാറിന് നിർബന്ധിക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും ചിലത് ഒളിച്ചു വയ്ക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന് രാഷ്ട്രീയമായി നിലനിൽക്കാനും പശ്ചിമേഷ്യയിൽ നടക്കുന്ന മറ്റ് യുദ്ധങ്ങൾ ജയിക്കാനും അമേരിക്കയുടെ പിന്തുണ വേണം. അമേരിക്കയെ പശ്ചിമേഷ്യയിലേക്ക് വീണ്ടും ആയുധങ്ങളുമായി എത്തിക്കാനുള്ള ഏക മാർഗമാണ് ഇറാനെ ആക്രമിക്കുക എന്നത്. ഇറാഖിനെ പോലെ ഇറാനെയും നിരായുധീകരിച്ച് നിലംപരിശാക്കുക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം. അതിനുള്ള വിചാരണകളും ശിക്ഷ വിധിക്കലുകളുമാണ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് വെളിപ്പെടുത്താതെ 4 ജനറൽമാരെയും 2 ആണവ ശാസ്ത്രജ്ഞരെയും വധിച്ചു. ഒരു രാജ്യത്തിന്റെ പട്ടാള മേധാവിമാരെ ഇല്ലാതാക്കാൻ അവർ ചെയ്ത കുറ്റമെന്താണ്? ആണവ ശാസ്ത്രജ്ഞർ അവരിൽ നിക്ഷിപ്തമായ ജോലി അല്ലാതെ മറ്റെന്താണ് നിർവഹിച്ചത്? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. യുദ്ധത്തിൽ ഇസ്രയേലിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ. ഒന്നാം ട്രംപ് ഭരണത്തിൽ ഉണ്ടാകാതെ പോയത് ഒരു യുദ്ധ വിജയമാണ്. അന്നൊക്കെ ട്രംപ് സ്വന്തം വ്യാപാരം മാത്രം നോക്കിയായിരുന്നു ഭരണം. നല്ല വ്യാപാര അന്തരീക്ഷം ഉണ്ടാക്കാനായി ഏറ്റുമുട്ടലുകൾ ഇല്ലാതെ ഭരിച്ചു. എന്നാൽ ജോർജ് ബുഷൊക്കെ നടത്തിയതുപോലെ യുദ്ധം ജയിച്ച പെരുമ കിട്ടിയില്ല. സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിൽ തോറ്റു. ഇത്തവണ ജയിച്ച ട്രംപിന് അമേരിക്കയിലെ തീവ്ര വലതു നിലപാടുകാർക്ക് മുന്നിൽ ഞെളിഞ്ഞു നിൽക്കാൻ ഒരു വീര പരിവേഷം വേണം. യുദ്ധത്തിൽ പങ്കില്ലെന്ന് ഒളിഞ്ഞു കളിച്ചെങ്കിലും അമേരിക്ക അറിയാതെ ഇസ്രയേൽ ഒരു നീക്കവും നടത്തില്ലെന്ന് ഉറപ്പായിരുന്നു. ഇപ്പോ G7 ഉച്ചകോടിയുടെ പാതി വഴിയിൽ നിന്നിറങ്ങി ട്രംപ് അമേരിക്കയിലെത്തുകയാണ്. അമേരിക്കയുടെ പടക്കപ്പലുകൾ മധ്യേഷ്യയിലേക്ക് നീങ്ങുകയാണ്. ഇറാനെതിരെ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം ജയിക്കാൻ അമേരിക്കയുടെ പിന്തുണ വേണം. ആളെണ്ണത്തിൽ കുറവുള്ള ഇസ്രയേലിന് തനിച്ച് നേടാവുന്നതല്ല ഈ യുദ്ധം. അമേരിക്കയെ കൂടി പങ്കാളിയാക്കുന്നു എന്ന പ്രഖ്യാപനം ഏതു നിമിഷവും ഉണ്ടാകാം. ഇറാനെ പരമാവധി പ്രകോപിപ്പിച്ച് മധ്യേഷ്യയിലെ ഏതെങ്കിലും അമേരിക്കൻ താവളം ആക്രമിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ തന്ത്രം. അതോടെ അമേരിക്കയ്ക്ക് സധൈര്യം യുദ്ധത്തിനിറങ്ങാം. ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരം പ്രതികാര കാരണങ്ങളാണ് ഇപ്പോഴത്തെ യുദ്ധത്തെ നയിക്കുന്നത്. ഇസ്രയേലിൽ നൂലിന്മേൽ ഭരണത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് നിലനിൽക്കുന്നത്. ആ പിന്തുണ തുടരാനും അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കാനും ഒരു യുദ്ധവീരന്റെ പ്രതിച്ഛായ വേണം. ഗാസ ഏറെക്കുറെ നാശമാക്കി കഴിഞ്ഞു. ഇനിയും ശ്രദ്ധ മാറ്റിയില്ലെങ്കിൽ ഏറെക്കാലം ഇങ്ങനെ അധികാരത്തിൽ തുടരാൻ നെതന്യാഹുവിന് കഴിയില്ല. ഇറാനിലേക്ക് ഫോക്കസ് തിരിച്ചതോടെ നെതന്യാഹു വീണ്ടും അധികാരം ഉറപ്പിച്ച മട്ടാണ്. 98 ലക്ഷം മാത്രമുള്ള സ്വന്തം ജനതയുടെ ജീവൻ വെച്ചാണ് ആ പന്തയം. ഇറാന്റെ 6 ലക്ഷം സൈനികരോടും 2 ലക്ഷം റവല്യൂഷണറി ഗാർഡുകളോടും യുദ്ധം ചെയ്യുന്നത് ആരാണ്? 1.25 ലക്ഷം മാത്രമുള്ള ഇസ്രയേൽ സൈന്യമാണ്. കയ്യിലുള്ള ആയുധങ്ങളുടെ ഹുങ്കിലാണ് ഈ യുദ്ധം. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട അയൺ ഡോമുകൾ കടന്ന് ഇറാന്റെ മിസൈലുകൾ എത്തുകയാണ്. ഓരോ ജൂത ജീവനും 10,000 മറ്റു മനുഷ്യർക്ക് തുല്യമെന്ന് ഘോഷിച്ച് സംരക്ഷിക്കുന്ന ജനതയാണ് ഇങ്ങനെ മരിച്ചു വീഴുന്നത്. ഡസൻ കണക്കിന് ഇസ്രയേലുകാരാണ് കൊല്ലപ്പെട്ടത്. പുറത്തു വരുന്നത് ഇതിൽ 4/1 കണക്ക് മാത്രമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമേഷ്യയിൽ ട്രംപിനും അമേരിക്കയ്ക്കും വലിയ വ്യാപാര താല്പര്യങ്ങളുണ്ട്. അതിന് പ്രധാന തടസ്സവും ഭീഷണിയും ഇറാനാണ്. ഇറാഖിനോട് ചെയ്തതു തന്നെ ഇറാനോടും ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു നീക്കത്തിന് പിന്നിൽ. ഒരു മറയുമില്ലാതെയാണ് അന്തിമ ലക്ഷ്യം എന്താണെന്ന് ചർച്ച ചെയ്യുന്നത് തന്നെ. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനിയെ വധിക്കുകയാണ് ലക്ഷ്യമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നു. അതിന് ട്രംപ് അനുമതി നൽകിയില്ലെന്ന് പിന്നാലെ പ്രചരിപ്പിക്കുന്നു. പരമോന്നത നേതാവിനെയും ഇല്ലാതാക്കേണ്ടി വന്നാൽ അതു തന്നെ ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിക്കുകയാണ്. ശരിക്കും എന്ത് കുറ്റത്തിനാണ് ഖമനിയെ വധിക്കാൻ പോകുന്നത്? ഇറാൻ എന്ന രാജ്യത്തെ 36 വർഷം നയിക്കുന്നത് ഒരു കുറ്റമാണോ? ഇങ്ങനെ വധിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് തന്നെ ഒരു യുദ്ധക്കുറ്റമല്ലേ? ഇസ്രയേലിനെ ആ കുറ്റത്തിന് വിചാരണ ചെയ്യാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ധൈര്യമുണ്ടോ? അരുതെന്ന് പറയാൻ പോലും കെൽപ്പുണ്ടോ? ഇറാനിലേക്ക് കഴിഞ്ഞ വർഷം മിസൈൽ വർഷിച്ചു. അതിന് തിരിച്ചടിയായി ഇറാനും മിസൈൽ വർഷം നടത്തി. അത് അവിടെ അവസാനിച്ചതായിരുന്നു. ആ നിലയിൽ ഇപ്പോഴത്തെ യുദ്ധവും തീരേണ്ടതായിരുന്നു.
ഇതുവരെ ഇറാനെതിരെയായിരുന്നു ഗൾഫിലെ പല രാഷ്ട്രങ്ങളും. അവരെല്ലാം ഇസ്രയേലിനോടൊപ്പം ചേർന്ന് ഇറാനെ പ്രതിരോധിക്കുന്നവയുമായിരുന്നു. എന്നാൽ ഇപ്പോ ശരിക്കും കളം മാറുകയാണ്. പല ഗൾഫ് രാഷ്ട്രങ്ങളും പരസ്യമായി തന്നെ ഇസ്രയേലിനെ തള്ളി രംഗത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോഴത്തെ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന ചില രാജ്യങ്ങളെങ്കിലും വിളിച്ചു പറയുന്നുണ്ട്. ഇസ്രയേലിന്റെ നടപടിയെ ശക്തമായി അപലപിക്കുന്നുവെന്നാണ് സൗദി അറേബ്യ പ്രസ്താവനയിൽ പറഞ്ഞത്. ഇറാന്റെ ദീർഘകാലമായുള്ള ശത്രുവായിരുന്നു സൗദി അറേബ്യ. ഒരു നയതന്ത്ര ബന്ധം ഇല്ലാതെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ രാഷ്ട്രങ്ങളാണ്. ഒടുവിൽ ഇരു രാജ്യങ്ങളെയും കൈകൊടുപ്പിച്ചത് ചൈനയാണ്. ചൈനയിട്ട പാലം ഇപ്പോഴും തുടരുന്നു എന്നാണ് സൗദിയുടെ പ്രസ്താവന കാണിക്കുന്നത്. ഈ യുദ്ധത്തോടെ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് വേഗത്തിലാക്കും എന്ന് കരുതുന്നവരാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഇറാന്റെ ഭൂഗർഭ നിലയങ്ങൾ സംരക്ഷിതമായിരിക്കുമെന്നും അവർ കരുതപ്പെടുന്നുണ്ട്. ആണവായുധം ഇറാൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ മേഖലയിൽ വലിയ ശക്തിയാകും. ആണവായുധമുള്ള ഒരു രാഷ്ട്രത്തെ ആക്രമിക്കാൻ ഇസ്രയേലിന് പോലും ധൈര്യമുണ്ടാകില്ല. ഇസ്രയേൽ ഇറാനിലെ ദേശീയ ടെലിവിഷൻ ചാനലിൽ നടത്തിയ ആക്രമണം നോക്കുക. ശത്രു രാജ്യത്തെ മനുഷ്യന് ഒരു പുഴുവിന്റെ വില പോലും കൽപ്പിക്കുന്നില്ല എന്ന പ്രഖ്യാപനമല്ലേ ആ ആക്രമണം? സ്വന്തം വമ്പ് തത്സമയം കാണിക്കാൻ നടത്തിയ ആക്രമണമാണത്. ഇറാനിൽ പരക്കെ ബോംബിട്ടപ്പോൾ ഒരെണ്ണം ചാനൽ സ്റ്റുഡിയോയിൽ വീണതല്ലല്ലോ, കരുതിക്കൂട്ടി ലക്ഷ്യം വെച്ചിട്ടതാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് മനസ്സിലാക്കാം, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർക്കുന്നതും മനസ്സിലാക്കാം. പക്ഷേ ഒരു ചാനൽ സ്റ്റുഡിയോ ബോംബിട്ട് നശിപ്പിച്ച് എന്ത് സന്ദേശമാണ് ഇസ്രയേൽ നൽകുന്നത്? സാധാരണക്കാരെ ആക്രമിക്കാൻ ഒരു മടിയുമില്ല എന്നൊരു പ്രഖ്യാപനമല്ലേ അത്? യുദ്ധം ശത്രുവിനോടാകാം, പക്ഷേ ആ രാജ്യത്തെ ജനതയെ ശത്രുക്കളായി കാണരുത്. ഇറാനിലെ 8,18,00,000 ജനതയും ശത്രുക്കളാണ് എന്ന പ്രഖ്യാപനമാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രയേൽ നടത്തുന്നത്. ഇസ്രയേലിലെ ഇപ്പോഴത്തെ ഭരണാധികാരികളെ മാത്രമല്ല, ജനങ്ങളെയും ഇസ്രയേൽ ഭയക്കുകയാണെന്നാണ് ആ സന്ദേശം. ഈ യുദ്ധത്തിന്റെ ഏറ്റവും അപകടകരമായ ലക്ഷ്യവും അതുതന്നെയാണ്. ഇപ്പോ ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് ഇറാനിലെ സാധാരണക്കാർക്കെതിരെയാണ്. ആണവായുധ നിർവ്യാപനമെന്നും മിസൈൽ രഹിത ഇറാനുമെന്നൊക്കെ പറയുന്നുവെന്നേയുള്ളൂ. ആത്യന്തികമായ ലക്ഷ്യം അത് വംശഹത്യ തന്നെയാണ്. അത് പാടില്ലെന്ന് പറഞ്ഞ് തടയാനുള്ള കെൽപ്പ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്കോ മറ്റേതെങ്കിലും രാഷ്ട്രത്തിനോ ഇപ്പോഴില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. നമസ്കാരം.